ഞങ്ങളൊരു ഇവിടെ ജപ്പാനിലെ ഒരു ഹെറിറ്റേജ് വേൾഡ് ഹെറിറ്റേജ് സെൻറ്ററിൽ ഞങ്ങൾ വന്നിരിക്കുന്നു. ഇവിടെ കുറച്ച് പോണ്ടുകളും കണ്ട ആളുകൾ കൂടി നിൽക്കണം നിങ്ങൾ കണ്ടു കാണുമല്ലോ. ഇങ്ങനെ ഇത് ചാപ്പാടിന് വേണ്ടി കൂടിയേക്കണം കേട്ടോ. ഇത് ഭക്ഷണമൊക്കെ കഴിക്കാൻ വേണ്ടി ആളുകളിങ്ങനെ ഇവിടേക്ക് ഇരുന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് എല്ലാം കിട്ടും. കഴിക്കാൻ വേണ്ടി വന്നവരുണ്ട്. അതിനകത്തോട്ട് ആളുകൾ തിരക്ക്. അത് എന്തൊക്കെയോ കാണാനായിട്ടുള്ള ജിജ്ഞാസയിലാണ് ആളുകൾ. ഈ ഒരു പോണ്ടാണ്. ഈ പോണ്ടിൽ മീനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിന് തീറ്റ കൊടുക്കുന്ന ആളുകൾ ഉണ്ടോ. ആളുകൾ വെള്ളത്തിൽ വെള്ളം കുടിക്കണു. അതൊക്കെ വലിയ അനുഗ്രഹമെന്നാണ് പറയണത്. ഈ വെള്ളം കുടിച്ച അതിനകത്തിരുന്ന് സൂപ്പ് കുടിക്കുന്നു, ഭക്ഷണം കഴിക്കുന്നു, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ട്. ഈ പോണ്ടിനകത്ത് ആളുകൾ ഈ പൈസ ഇട്ടേക്കുന്നുണ്ട്. ഇതിന് അടിഭാഗത്തോട്ട് നോക്കി അടിയിലെല്ലാം കിടക്കുന്നത് പൈസയാണ്. ഇതിൻ്റെ അടിയിൽ വെളുത്ത് കിടക്കുന്നുണ്ടോ, നിറച്ച് കാശാണ്. ഒരു ദിവസം മെനക്കെട്ട് വന്ന് മുങ്ങിയെടുത്താൽ ഇഷ്ടംപോലെ കാശ് കിട്ടും കേട്ടോ. അതിനകത്തൊരു ട്രൗട്ട് എന്തുവാന്ന് അറിയില്ല, ട്രൗട്ടാന്ന് തോന്നുന്നു. അതിനെയൊക്കെ ഇവർ വളർത്തിയിട്ടുണ്ട്. അല്ലോ നമ്മുടെ കിണർ ചുമ്മാ കിടന്നാലും പൊട്ടക്കിണറാണേലും ഒന്നും വളർത്തില്ല അല്ലേ. ഇവിടേക്ക് അവർ അതിനെ വളർത്തി എന്തൊക്കെയോ കാണാനുണ്ടെന്ന് പറഞ്ഞ ആളുകൾ ഇങ്ങനെ ഓടിപ്പഞ്ഞ് നടപ്പുണ്ട്. ഉണ്ടോ കണ്ടോ. ഇതെല്ലാം വേൾഡ് ഹെറിറ്റേജ് സെൻ്ററാണ് നമ്മൾ കാണുന്നത്. ആളുകൾ വരണു പോണു. ഇതിനകത്ത് ഇഷ്ടംപോലെ മീനുകൾ സഞ്ചരിക്കണു. ഇതിനകത്ത് എന്തൊക്കെയോ ഇമിറ്റേഷൻ മിസോജി എന്തൊക്കെയോ ഇവരുടെ ഭക്തി എന്തൊക്കെയോ കാര്യങ്ങളാണ് ഇതിനകത്ത്. ഇതെന്തുവാണെന്ന് നമുക്കത് ഇതിനകത്ത് ഒരു സേക്രഡ് പോണ്ടാണെന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് ഈ ആളുകൾ വന്ന് എന്തോ അനുഗ്രഹം ഇവിടെ കിട്ടും. എനിക്ക് ഇങ്ങനെ നടക്കാനുണ്ടോ. ഇവിടെ നിന്ന് എന്തോ അനുഗ്രഹം പ്രാപിക്കാൻ വേണ്ടിയാണ് ആളുകൾ ഇവിടെ ഇങ്ങനെ വന്ന് നടക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് കണ്ടോ. അതുകൊണ്ടാണ് ഈ സീക്രട്ട് പോണ്ടായതുകൊണ്ട് ഈ പൈസ കോയിനിട്ടങ്ങനുണ്ടോ. ഈ വെള്ളത്തിൽ കോയിനിട്ട് എന്തോ അനുഗ്രഹം ഇവർക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ദൈവാനുഗ്രഹം പ്രാപിപ്പാൻ വേണ്ടി ഇവിടെ ആളുകൾ വരുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതിനകത്ത് നിങ്ങൾ കണ്ടു കാണുമല്ലോ. ഇതിനകത്ത് ഒരുപാട് പാർക്കിംഗ് സൗകര്യങ്ങളും ഇതൊക്കെ ഒരു എന്തുവാ ഒരു സീക്രട്ട് പ്ലേസായിട്ട് അവർ കണക്കാക്കുന്നു. അതുകൊണ്ടാണ് ഇവിടെ വന്ന് ഏതായാലും തലമുട്ടയടിക്കണം മുടി വെട്ടിക്കളവരൊന്നും ഇവിടെ ഇല്ല. അതൊന്നും കണ്ടില്ല. ആളുകൾ ഇങ്ങനെ ഇടതൂർന്ന് വരും, തിങ്ങി നടന്നു വന്നുണ്ട് കേട്ടോ. കണ്ടോ ഈ സ്ട്രീറ്റ് നോക്കി. പിള്ളേർക്കൊക്കെ ഒരു രസം. വലിയവർക്ക് അവരെവിടെ പോയി അനുഗ്രഹം വാങ്ങേണ്ടതെന്ന് ഓർത്ത് അവർ നടക്കും. എങ്ങനെ അതിനെ കച്ചവടക്കാരും അത് മുതലാക്കാൻ വേണ്ടി അവരും അവരുടെ പണിയും കൊണ്ട് അവരും നിൽക്കുന്നുണ്ട്. ഇതിന് വെൻഡിങ് മെഷീനൊക്കെ ഉണ്ട്. എല്ലാ കോണുകളിലും വെൻഡിങ് മെഷീൻ വെച്ചിട്ടുണ്ട്. ദാഹിക്കുന്നവർ അങ്ങോട്ട് ഇന്ന് പൈസ ഇട്ട് കൊടുത്താൽ ആ സംഗതി കിട്ടും. ഇതൊക്കെ ട്രഡീഷണൽ എന്തോ ഫുഡുകളൊക്കെ ഐറ്റംസൊക്കെയാണ്. ആ ട്രഡീഷണൽ ഫുഡ് ഐറ്റംസ് അവിടെ നിന്ന് നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. അതൊക്കെ കഴിച്ച് തൃപ്തരാകും തോന്നുന്നു. ഏതാണ്ട് വട പോലെ ഏതാണ്ട് ഒരെണ്ണം പൊരിച്ചു കൊടുത്തിട്ടുണ്ട്, അത് കഴിക്കുന്നു. ഇതാണ് ഇവിടെ ഏതാണ്ട് സ്വീറ്റ് റൈസിൻ്റെ ഡംപ്ലിംഗ് ഒക്കെ കൊടുക്കുന്നു. അപ്പം ഇങ്ങനെ ഒരുപാട് ആളുകളെ ഈ പ്രദേശത്ത് ഇങ്ങനെ കാണാൻ കഴിയും. കണ്ടോ ഇതാണ് ആ ഒരു പ്ലേസ്. എനിക്കിത് വീഡിയോ എടുക്കാൻ നിവൃത്തിയില്ല, അതിന് മാത്രം ആഗ്രഹമുണ്ട്. ഏതായാലും ഞാനിതെല്ലാം നോക്കി കണ്ടിങ്ങനെ പോകണം. ആളുകൾ എന്തൊക്കെയോ കാര്യങ്ങൾ സാധിക്കാൻ വേണ്ടിയിട്ടും പിന്നെ തിന്നാൻ വേണ്ടിയിട്ടുമുണ്ട്. അതിനകത്ത് നേത്തന്മാരും ഒക്കെ ഇരിപ്പുണ്ട് ഇവിടെ. അവരൊക്കെ എന്ത് കാണാൻ വന്നാൽ എനിക്ക് മനസ്സിലാവുന്നില്ല. അവരും അനുഗ്രഹം പ്രാപിക്കാനായിട്ട് വന്നാൽ തോന്നും.
അവരെയും കാണാം ഇതിനുള്ളിൽ കേട്ടോ. എന്താ ഇതൊക്കെ അവരുടെ കുറച്ച് സ്ട്രോബെറീസൊക്കെ അവിടെയുണ്ട്, അതൊക്കെ ഇരിക്കുന്നു. പിന്നെ വട പൊരിച്ച് വെച്ചിരിക്കുന്നു. അമ്മച്ചി ഇവിടെ വടയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അമ്മച്ചിക്ക് വീഡിയോ എടുക്കുന്നൊന്നും ഇഷ്ടപ്പെടുന്നില്ല. ഏതായാലും ഇത് കണ്ടോ, അമ്മച്ചി പറഞ്ഞിട്ടില്ല. ഇപ്പം കാര്യങ്ങൾ കണ്ടല്ലോ, ഇതൊക്കെയാണ് ഇവിടുത്തെ കാര്യങ്ങൾ. ശരി, അപ്പോൾ നമുക്ക് പിന്നെ കാണാം. ഇത് ഞങ്ങളിപ്പം സവർമേല ഞങ്ങളിപ്പോൾ ചൊരിറ്റോ പഗോഡ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അതൊരു വലിയ മലയുടെ മണ്ട. അത് 705 ഇവിടുത്തെ എംപറർ പണി കഴിച്ച ഒരു ഷ്രൈൻ, ഒരു ബുദ്ധ ടെമ്പിളുണ്ട് അവിടെ. ആ ടെമ്പിളിൻ്റെ മുകളിലേക്ക് ഞങ്ങൾ കയറി, അങ്ങനെ അനേക സ്റ്റെപ്പുകൾ കയറി ഞങ്ങൾ ഇങ്ങോട്ട് വന്ന് നിൽക്കണുള്ളൂ. അപ്പോൾ കുറച്ചൊക്കെ ഒരു അണപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. കണ്ടോ, ഇത് എല്ലാം മല. ഈ മല ഇങ്ങനെ പോയി നിങ്ങൾ കണ്ടു, ഇങ്ങനെ പോയി ആ കാണുന്ന മലയാണ് ഫുജി മൗണ്ടൻ എന്ന് പറയുന്നത് കേട്ടോ. ഫുജി മൗണ്ടനാണ് ആ കാണുന്ന മേഘം. അതെല്ലാം മൗണ്ടനിൽപ്പെട്ട മേഘം അതിൻ്റെ മണ്ടയിൽ കയറി നിൽക്കണമെന്നുള്ളൂ. കണ്ടോ, ഈ അവിടുത്തെ വീടുകളും കാര്യങ്ങളൊക്കെ നോക്കി. ഇങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ അതിൻ്റെ താഴ്വരകളിലും മലയുടെ താഴ്വരകളിലും ഒക്കെ അധിവസിക്കുന്ന കുറേ ജനങ്ങൾ. കണ്ടോ, ഈ പ്ലാന്റ് ചെയ്തേക്കുന്ന മരങ്ങൾ, ഇതെല്ലാം പ്ലാന്റ് ചെയ്തേക്കുന്ന, ഇതെല്ലാം ചെറി ബ്ലോസമാണ്. ഇതുണ്ട്, ഇതെല്ലാം ചെറി ബ്ലോസമാണ്. ഇപ്പോൾ എൻ്റെ ആ പൂവിടുന്ന സമയമല്ല. പൂ ഇങ്ങനെ കുറേശ്ശെ ചെറുതായിട്ട് ഈ സ്പ്രൗട്ട് ചെയ്ത് വരുന്നുണ്ട് കേട്ടോ. കണ്ടോ, ചെറി ബ്ലോസംസാണ്, ഇതെല്ലാം ചെറി ബ്ലോസംസാണ്. ഒരു മനോഹരമാക്കി അതിനെ തീർത്തു. കണ്ടോ, ഓരോ റേസ് കണ്ടോ, അതിനകത്ത് നമുക്ക് ഇറങ്ങി നടന്ന് പോകാനും ഒക്കെ അവരത് ഉണ്ടാക്കിയിട്ടിരിക്കുന്നു. സമയമുള്ളവർക്കൊക്കെ അതിനകത്ത് കയറി നടന്നു പോകാനൊക്കെ നല്ല സൗകര്യങ്ങളാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഞങ്ങൾ ഇത് കണ്ടല്ലോ സംഗതി. ഇതാണ് മുകളിലേക്ക് ഇങ്ങനെ കെട്ടിയിട്ടുണ്ട്. നടക്കാനൊക്കെ ആളുകൾ മുകളിൽ കൂടെ എല്ലാം കയറുന്നുണ്ട്. അതവിടെ ഒരു മനോഹരമായൊരു ബിൽഡിങ്ങൊക്കെ അവർ അവിടെയും ഒരു പണിത് വെച്ചിട്ടുണ്ട്. അതൊക്കെ ഇപ്പോൾ ഈ കാലഘട്ടത്തിൽ പണിതാണോ അതോ അന്നത്തെ എംപററുടെ കാലഘട്ടത്തിൽ പണിതാണോ ഒന്നും നമുക്ക് നിശ്ചയമില്ല. അത് അവിടെ എഴുതി വെച്ചിട്ടില്ല. താഴെ ഒരു ഷ്രൈനുണ്ട്, ഒരു ടെമ്പിളുണ്ട്. അതിൽ അവർ പറയുന്നത് അങ്ങനെയാണ്. ഉണ്ട്, ഇതെല്ലാം ചെറി ബ്ലോസംസ് അവർ വെച്ച് പിടിപ്പിച്ചേക്കണം. ഇതൊക്കെ ചെറി ബ്ലോസംസാണ്. ഉണ്ടോ ഈ നിൽക്കുന്നത്. ഇത് കുറേ ആകുമ്പോൾ അവരവിടുന്ന് മാന്തി പറിച്ച് കൊണ്ടുപോയി വേറെ എവിടെയെങ്കിലുമൊക്കെ ഈ മലകളിൽ പ്ലാന്റ് ചെയ്യും. ഞങ്ങളിപ്പോൾ ഉണ്ട് ടോപ്പ് ആളുകൾ നിൽക്കണമുണ്ട്. അവിടെ ടോപ്പിലേക്ക് ഞങ്ങൾ വന്നു. ഞങ്ങൾ ടോപ്പിലാണ് നിൽക്കുന്നത് കേട്ടോ. അതിൻ്റെ ഏറ്റവും ടോപ്പിലാണ് ഞങ്ങളിപ്പോൾ നിൽക്കുന്നത്. കണ്ടല്ലോ, കണ്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ, എന്നാൽ പിന്നെ